പിണറായി വിജയനെ അപമാനിക്കുന്ന തരത്തിൽ ലേഖനത്തിൽ തലക്കെട്ട് നൽകിയ സംഭവത്തിൽ എം സ്വരാജിനെ ദേശാഭിമാനിയിൽ നിന്നും തൂക്കിമാറ്റി പകരം പി രാജീവിന് ചുമതല ഏൽപ്പിച്ചേക്കും. ദേശാഭിമാനിയിൽ പിണറായിക്കെതിരെ കോക്കസ് പ്രവർത്തിച്ചിട്ടും സ്വരാജ് നിശബ്ദത പാലിച്ചതാണ് കാരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ചുരുക്കത്തിൽ ദേശാഭിമാനി അച്ചടിക്കാതെ പോയ കള്ളൻ വിജയൻ സ്വരാജിനെയാണ് തൂക്കിയത്. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് വിവാദത്തിൽ എഡിറ്റർ KR അജയന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മാറ്റത്തിലും മാധ്യമങ്ങളെ അറിയിച്ച് അനാവശ്യ വിവാദം ഉണ്ടാക്കിയതും കാണിച്ചാണ് നോട്ടീസ്. സംഭവത്തിൽ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് മുമ്പായി കാരണം കാണിക്കൽ വിശദീകരണം നൽകണമെന്ന് വാരാന്ത്യ പതിപ്പ് എഡിറ്റർ അജയൻ നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ അനുസ്മരണം ഉൾപ്പെടുത്തിയുള്ള വാരാന്ത്യ പതിപ്പിലാണ് കള്ളൻ വിജയൻ എന്ന തലക്കെട്ടുള്ള ലേഖനവും ഇടം പിടിച്ചത്. ഈ തലക്കെട്ടിനെ ചൊല്ലി ദേശാഭിമാനിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും തുടർന്ന് വാരാന്ത്യ പതിപ്പ് വിതരണം ചെയ്യുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തു. സാങ്കേതിക കാരണങ്ങളാലാണ് വാരാന്ത്യ പതിപ്പ് വിതരണം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയതെന്നായിരുന്നു എഡിറ്റർ M സ്വരാജിന്റെ വിശദീകരണം. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇതല്ലാതെ ഈ തലക്കെട്ടല്ലാതെ മറ്റൊരു അനുയോജ്യമായ തലക്കെട്ടില്ല എന്ന് പറഞ്ഞ് വിശദീകരണം നൽകുകയും ആ ലേഖനം ഇന്ന് രാത്രിയോടുകൂടി അത് ഫേസ്ബുക്കിൽ ആ ലേഖകൻ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ലേഖകൻ എഴുതി നൽകിയ കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ലേഖനം തലക്കെട്ട് മാറ്റുക പോലും ചെയ്യാതെ അച്ചടിക്കാനായി പ്രസിലേക്ക് വിട്ടു. ദേശാഭിമാനിയിലെ തർക്കം പുറത്തറിയിച്ച വിവാദമാക്കി എന്നീ കാരണങ്ങൾ നോട്ടീസിൽ അജയനെതിരെ ആരോപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച പുറത്തിറങ്ങിയ VSന്റെ അനുസ്മരണ അടങ്ങിയ വാരാന്ത്യ പതിപ്പിൽ നിന്നും കള്ളൻ വിജയൻ ലേഖനം പുറത്താക്കുകയും ചെയ്തിരുന്നു. VS അച്യുതാനന്ദന്റെ ഓർമ്മക്കുറിപ്പുമായി ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് തിങ്കളാഴ്ചയാണ് പുറത്തിറങ്ങിയത്. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടോടുകൂടിയാണ് ഓർമ്മക്കുറിപ്പ് ഇറങ്ങിയത്. അതേസമയം കള്ളൻ വിജയൻ എന്ന നാടകം പ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനം ഇന്നലെ ഇറങ്ങിയ പതിപ്പിലില്ലായിരുന്നു. തന്നെക്കുറിച്ചുള്ള വിവരങ്ങളും ഫോട്ടോയും ദേശാഭിമാനി ശേഖരിച്ചിരുന്നുവെന്ന് വിജയൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ വാരാന്ത്യ പതിപ്പിൽ നിന്ന് ലേഖനം ഒഴിവാക്കുകയായിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടുള്ള ലേഖനം ഉൾപ്പെടുത്തി അവസാന നിമിഷം പ്രശ്നം കണ്ടെത്തിയതോടുകൂടിയാണ് പ്രസിദ്ധീകരണം വൈകിച്ചതെന്നാണ് വിവരണം. കള്ളൻ വിജയൻ, ധന്യ നാടകഗ്രാമം, മുത്തിപ്പാറ PO എന്ന തലക്കെട്ട് ഒരു ബോർഡിൽ തൂങ്ങിക്കിടക്കുന്ന തരത്തിലായിരുന്നു പേജ് തയ്യാറാക്കിയിരുന്നത്. പേജിന്റെ സോഫ്റ്റ് കോപ്പി അനുമതിക്കായി മുകളിലെത്തിയപ്പോഴാണ് പ്രശ്നം കണ്ടെത്തിയത്. അവസാന പേജ് അപ്പാടെ ഒഴിവാക്കി പുതിയ പേജ് തയ്യാറാക്കാനുള്ള നിർദ്ദേശത്തിൽ ചുമതലയുള്ള എഡിറ്റർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടുകൂടി വാരാന്ത്യ പതിപ്പ് പിടിച്ചുവെക്കുകയായിരുന്നു എന്നാണ് വിവരം. സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാനില്ലെന്നാണ് ഞായറാഴ്ച അറിയിപ്പ് വന്നത്. ആദ്യ പേജിലും അവസാന പേജിലും VSനെ കുറിച്ചുള്ള അനുസ്മരണ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങിയത്. വാരാന്ത്യ പതിപ്പ് മുടങ്ങിയത് അച്ചടിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം മൂലമാണെന്നും മറിച്ചുള്ള വാർത്ത ഊഹാപോഹമാണെന്നും റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് പറഞ്ഞിരുന്നു. കള്ളൻ വിജയൻ എന്ന ലേഖനമാണോ കാരണമെന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള വാർത്തകൾ കണ്ടു എന്നായിരുന്നു മറുപടി. അതേസമയം ഈ തലക്കെട്ട് സഹിതം ലേഖനം എഴുതിയ TC രാജേഷ് സിന്ധു പിഴവ് ഏറ്റതാണ്. ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടിട്ടുണ്ട്. ഇതിൽ പലതരത്തിലുള്ള വാർത്തകൾ കണ്ടു എന്ന എഡിറ്ററുടെ പരാമർശം പിണറായിയെ ചൊടിപ്പിച്ചു. ദേശാഭിമാനിയിൽ കള്ളൻ വിജയന്റെ ലേഖനമില്ലെന്ന M സ്വരാജിന്റെ വാദം ലേഖനത്തിലെ കഥാപാത്രമായ നാടക പ്രവർത്തകൻ വിജയൻ തള്ളി. തന്റെ നാടക പരിശീലന കേന്ദ്രത്തെക്കുറിച്ച് ലേഖനം കൊടുക്കാനാണെന്ന് പറഞ്ഞ് ദേശാഭിമാനിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നുവെന്നും ചില സാങ്കേതിക കാരണങ്ങളാൽ ലേഖനം കൊടുക്കാൻ കഴിയില്ലെന്ന് പിന്നീട് അറിയിച്ചെന്നും വിജയൻ മനോരമ ന്യൂസിനോട് വെളിപ്പെടുത്തിയിരുന്നു. വിജയന്റെ മാതാപിതാക്കൾ ഓമനിച്ച് വിളിച്ചിരുന്ന ചെല്ലപ്പേരാണ് കള്ളൻ. കാലം പോകെ സുഹൃത്തുക്കളും നാടക പ്രവർത്തകനായപ്പോൾ നാടകക്കാരും ആ പേര് ഏറ്റെടുത്തു. പക്ഷേ VSന്റെ അനുസ്മരണം പോലും പ്രസിദ്ധീകരിക്കാനാകാത്ത വിധം പേരിൽ പൊല്ലാപ്പ് പിടിക്കുമെന്ന് വിജയൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം എവിടെ ചെന്നാലും കള്ളൻ വിജയൻ എന്നാണ് അറിയപ്പെടുന്നതെന്നും അത് ഒരു മോഷണക്കാരനായിട്ടോ മറ്റൊന്നുമല്ല, പേരിലെ കൗതുകവും നാടക പ്രവർത്തനങ്ങളും പലതവണ വാർത്തയായിട്ടുണ്ട്. ദേശാഭിമാനി ലേഖകർ വിവരങ്ങളും ചിത്രവും എടുത്തപ്പോഴും അത്രയും കരുതിയുള്ളൂ എന്നാണ് കള്ളൻ വിജയൻ പറയുന്നത്. കള്ളൻ വിജയൻ എന്ന കൊടുക്കുമ്പോൾ ഈ രണ്ടുപേരും ഒന്നായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത് കൊടുക്കാത്തത് വിജയൻ പറഞ്ഞു. 36 വർഷം നാടകത്തിന്റെ സെറ്റ് വർക്ക് ചെയ്തിരുന്ന വിജയൻ 4 വർഷങ്ങൾക്ക് മുൻപ് ധന്യ എന്ന പേരിൽ നാടക പരിശീലന കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസിന് വേണ്ടി M സ്വരാജിനെ പിണറായി വിജയൻ നേരത്തെയും ബലി കൊടുത്തിരുന്നു. CPMലെ യുവതുർക്കികളെ ഒതുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സ്വരാജിന് അന്ന് പണിവെച്ചത്. മുസ്ലിം ഭരണപക്ഷമുള്ള നിലമ്പൂരിൽ നായർ സമുദായം അംഗമായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിന്റെ അപകടം പിണറായിക്ക് അറിയാമെങ്കിലും സ്വരാജിനെ പോലെ നാളെ ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരാളെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം. ആദ്യ പരീക്ഷണത്തിലൂടെയുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനായിരുന്നു ആലോചന. എന്നാൽ അങ്ങനെ ഒരു ചതിക്ക് ഇനി പാർട്ടി നിന്നു കൊടുക്കരുത്
എന്ന പ്രവർത്തകരുടെ ആവശ്യത്തിന് ചെവി കൊടുത്തുവെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് പിണറായി സ്വരാജിനെ കൊന്നത്. MP രാജേഷ്, KN ബാലഗോപാൽ, P രാജീവ് തുടങ്ങിയ പാരകളുടെ ശ്രേണിയിലേക്ക് ഉയരാൻ സാധ്യതയുള്ള നേതാവായിരുന്നു സ്വരാജ്. അതാണ് മുളയിലെ നുള്ളിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ സ്വരാജ് നിലമ്പൂർ പോത്തുകല്ല് സ്വദേശിയാണ്. SFIയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സ്വരാജാണ്. പക്ഷെ സ്വരാജിന് പണിവെക്കുകയാണ് ലേഖകൻ ഇപ്പോൾ. പത്രത്തിൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ച ഫീച്ചർ ലേഖനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ TC രാജേഷ്. തലക്കെട്ടിൽ വന്ന ജാഗ്രതക്കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് TC രാജേഷ് ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം പുല്ലമ്പാറയിലെ നാടകഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ പ്രശസ്ത നാടകകലാകാരനായ വിജയനെക്കുറിച്ചുമുള്ളതായിരുന്നു TC രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നാടകവേദിയിലെ കള്ളൻ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ വിജയന് കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തിപ്പാറ PO എന്ന മേൽവിലാസത്തിൽ അയക്കുന്ന കത്തുകൾ പോലും കൃത്യമായി ലഭിക്കാറുണ്ടെന്ന പശ്ചാത്തലത്തിലായിരുന്നു ലേഖനത്തിന് ഈ തലക്കെട്ട് നൽകിയത്. VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് പ്രത്യേക ഓർമ്മക്കുറിപ്പുകളോടെ അച്ചടിച്ച ജൂലൈ 19 ദേശാഭിമാനി വാരാന്ത്യ പതിപ്പാണ് അവസാന നിമിഷം വിതരണം ചെയ്യാതെ തടഞ്ഞുവെച്ചത്. 1ാം പേജിൽ VS അനുസ്മരണവും പിൻപേജിൽ വലിയ അക്ഷരത്തിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടും വരുന്നത് രാഷ്ട്രീയ എതിരാളികളും ട്രോളന്മാരും ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇടയാകുമെന്ന എഡിറ്റോറിയൽ ബോർഡിന്റെ ആശങ്കയായിരുന്നു നടപടിക്ക് പിന്നിൽ. 20ന് പതിപ്പ് പ്രസിദ്ധീകരിച്ചെങ്കിലും പത്രത്തിൽ നിന്ന് ലേഖനം പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടു. ഇതിനിടെ സംഭവത്തിൽ ലേഖകൻ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. തലക്കെട്ടിൽ വന്ന അപാകതയിൽ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ജാഗ്രത കുറവുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. പിന്നാലെയാണ് പത്രത്തിലൂടെ വായനക്കാരിലേക്ക് എത്താതെ പോയ നാടകകലാകാരനായ വിജയന്റെ ജീവിതവും നാടകഗ്രാമത്തിന്റെ വിശേഷങ്ങളും TC രാജേഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ വായനക്കാർക്കായി പങ്കുവച്ചത്.